ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളാണ്. 2 ഗ്ലാസ് പൊടിയിലോട്ട് 1 ഗ്ലാസ് ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂണ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് ഇത്ര വേണ്ടാന്നുള്ളവർക്ക് 1 ടീസ്പൂൺ ആക്കിയാലും കുഴപ്പമില്ല. പഞ്ചസാര അതിലിടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ അപ്പത്തിന് നമ്മളെ പാലപ്പത്തിൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യമായുള്ള ഉപ്പിടുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് വേണമെന്നില്ല. ഇതേപോലത്തെ സ്പൂണിന് 1 സ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ചെറു ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നത്. അല്പമായിട്ട് ഒഴിച്ച് കൊടുക്കുക. വെള്ളം നല്ല ചൂട് ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ പൊടി ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം ചൂട് കൂടാൻ പാടില്ല. ചെറു ചൂട് വെള്ളം അല്പമായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. എങ്കിലുള്ള നമുക്ക് എത്രയാണ് ഇതിലോട്ട് വെള്ളം ആവശ്യമായിട്ടുള്ളത് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റുക. ഓരോരുത്തരുടെയും പൊടിക്ക് ഓരോ അളവായിരിക്കും. അതുകൊണ്ടാണ് കറക്റ്റ് മെഷർമെൻറ്റ് പറയാത്തത്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ഒന്നടിച്ചെടുക്കുക. അപ്പോൾ അതിലുള്ള വറ്റും കട്ട കുത്തി കിടക്കുന്ന പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റായി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇത് 1 മണിക്കൂർ നേരം, നല്ല ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മളിത് 1 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മളത് ആ ടൈം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കണേ. കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ആ അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴറ്റിയെടുക്കുക. ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ ചാൻസാണ്. അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടുതൽ ചേർക്കേണ്ട. നമ്മളത് തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നത്. ചിക്കൻ മസാല, ലേശം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കണം. നല്ല സോഫ്റ്റും ഉണ്ട്. നമ്മളെ സാധാ ദോശച്ചട്ടി തന്നെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതേ രീതിയിൽ ഇനി വെള്ളപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചുട്ടെടുക്കാം. രണ്ടും നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള അപ്പങ്ങളും ചുട്ടെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് നമുക്ക് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് വേറിട്ട് പോരും ചെയ്യും. നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ അപ്പങ്ങളും ചുട്ടെടുക്കുകയാണ്. നിങ്ങൾക്കിത് ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സിമ്പിളായിട്ടാണ് ചട്ടിയിൽ നിന്ന് വിട്ടു പോരുന്നത് എന്നുള്ളത്. ഇനി നമ്മുടെ കയ്യിലുള്ള ഫ്രൈ പാൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദോശ അതേപോലെ തന്നെ ഒഴിച്ചെടുത്തിട്ട് ചുറ്റിച്ചെടുക്കുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം. അതേപോലെ കയ്യിൽ കൊണ്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് പരത്തിയിട്ട് നമ്മൾ ഈ രീതിയിലും ചെയ്യാം. നല്ല സോഫ്റ്റ്നെസ്സിലും നല്ല പെർഫെക്റ്റിലും നല്ല ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിതിലോട്ട് തേങ്ങയും കൂടി വറുത്തരച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മൂടി വെക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം.
ഇനി നമ്മളെ വെള്ളപ്പച്ചട്ടിയിലൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും വെട്ട് കിട്ടുന്നതാണ്. ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതേപോലെ ജസ്റ്റ് എല്ലാ സൈഡൊക്കെ വരുന്ന രീതിയിൽ ചുറ്റിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതാക്കുന്നതിന് വളരെ പെട്ടെന്ന് തന്നെ നമ്മളപ്പം റെഡിയായി കിട്ടും. നമ്മളൊരു വെള്ളത്തിലിടാൻ മറന്നു പോയി, അല്ലെങ്കിൽ ഉഴുന്ന് ചേർക്കാൻ ഉഴുന്ന് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വെള്ളപ്പം ചുട്ടെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ദോശ ചുട്ടെടുക്കുക എന്ന് കരുതും. അവർക്ക് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സിമ്പിളായിട്ടാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത്. വളരെ സോഫ്റ്റാണ്, നമുക്ക് ആർക്കും ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടി നിങ്ങളെ കാണിക്കാണ്, അതും കൂടി ഒന്ന് ജസ്റ്റ് നമ്മളിതൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മളപ്പം സോഫ്റ്റാണെന്നുള്ളത്. ഇപ്പം നമ്മൾ വെള്ളപ്പവും റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഊത്തപ്പം പോലെയുള്ള ദോശയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് നമ്മൾ പഞ്ചസാര ചേർത്തതുകൊണ്ട്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള മക്കളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തിന്ന് തീർക്കും. ഈ മധുരമുള്ള കടികളാകുമ്പോൾ മക്കൾക്ക് കഴിക്കാനും വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്യാണ്. നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.